വിചാരിക്കുമ്പോൾ ദൈവം തമ്പുരാനിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുമ്പോഴാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കല്ലുകൾ അല്ലെങ്കിൽ ഈ എടുത്തു മാറ്റപ്പെടുന്നത്. രാവിലെ യേശു ക്രിസ്തുനാഥൻ മരിച്ച് 4-ാം ദിവസം 4-ാം ദിവസം രാവിലെ സ്ത്രീകൾ ശവകുടീരത്തിലേക്ക് ചെല്ലുന്നു. കർത്താവ് വരുത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അവർ പ്രതീക്ഷിക്കുന്നവർ ആളുകളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കല്ലെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ശവക്കലരുടെ മുകളിൽ വെച്ചിരിക്കുന്ന ശവകുടീരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ അവർ കാണുന്നത് തനിയെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ പലരുടെ ജീവിതത്തിലും നമ്മൾ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്ന കല്ലുകൾ നമ്മൾ അറിയാതെ തന്നെ എടുത്തു മാറ്റപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ ജീവിതത്തിലെ അനുഭവം പറയാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, കുമളിയിലായിരുന്നു എൻ്റെ വീട്. അവിടെ കുമളിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ വസ്തുവിലേക്ക് അങ്ങോട്ട് വഴിയില്ല, വെള്ളമില്ല, അല്ലെങ്കിൽ അവിടെ വൈദ്യുതി പ്രവാഹമില്ല, യാതൊരു സംഗതികളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ച ഒരു സംഭവം, ഒരു ചെറിയ മലയാണ്. ആ മലയുടെ മണ്ടയ്ക്ക് ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹെലിപ്പാഡ് ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ, നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അങ്ങോട്ട് വഴിയില്ല, വെള്ളമില്ല, ലൈറ്റില്ല, യാതൊരു സൗകര്യങ്ങളുമില്ല. ഒരു ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഇറങ്ങും എന്ന് ചോദിച്ചു. ഞാൻ എന്തായിരുന്നാലും ഇത് മനസ്സിൽ വിട്ടില്ല. ഞാനും നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഹെലികോപ്റ്റർ കമ്പനിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. ഈ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഈ അഡ്രസ്സുമായി, അത് എറണാകുളത്ത് ചിക്സ ആനിമേഷൻ ഒരു കമ്പനിയുടെയാണ്. ഞാൻ അവിടെ നിന്ന് ഇവരെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, അത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടി അവിടെ ചെന്നു. ഇവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതിന് എയർ ഫ്ലോ, എൻ്റെ ഈ കാറ്റിൻ്റെ ഗതി നോക്കണം, അതിനങ്ങോട്ട് ഇന്ന സൗകര്യങ്ങൾ വേണം, ഒരേ ഏക്കറുള്ള സ്ഥലം അതിന് വേണ്ടി നിങ്ങൾ ഗ്രൗണ്ടാക്കി തരണം, ഞങ്ങൾ ഹെലിപ്പാഡ് പണിയാൻ സംവിധാനങ്ങളൊക്കെ ചെയ്തു തരണം, പൈലറ്റിന് താമസിക്കാനുള്ള സമയം, ഇങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ അവർ പറഞ്ഞു. എങ്കിലും അവരും ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു ആഗ്രഹം കൊണ്ട് വന്നതല്ലേ, ഞങ്ങളൊന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇവരെ പ്രിയപ്പെട്ടവരോട് വന്ന് നോക്കിയിട്ട് അവർ എയർ ഫ്ലോ പറ്റി നോക്കിയിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അനുവദിച്ചു ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ കാര്യം പറയട്ടെ, ഇവർക്ക് കൊടുക്കാൻ ഒരു 10,000 രൂപ, ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രതിബന്ധം പറഞ്ഞതുപോലെ 10,000 രൂപ ഇല്ലാതിട്ട് ഇവർ ഈ സംഭവം നടന്നില്ല. ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, 2-3 വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ പോലെ ആക്സിഡന്റ് ഉണ്ട്. അങ്ങനെ ഈ സംഭവം അങ്ങനെ പോയി. അതിന് ഒരു ദിവസം ഞങ്ങളുടെ മലയുടെ അപ്പുറത്തെ മലയിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ റിലേഷനുള്ള ഒരു കക്ഷി രാവിലെ വന്ന് എന്നോട് പറയുകയാണ്, അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ ഇതിനുവേണ്ടി നടന്നതാണെന്നും ബുദ്ധിമുട്ടിലാണെന്നും ഇതിനുവേണ്ടി വിഷമിച്ചാണെന്നും വേദനിച്ചാണെന്നും അറിയാവുന്ന മനുഷ്യനാണ്. എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പുള്ളിയോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് അവിടെ മിനിസ്റ്റർ വരുന്നുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്, അവരെല്ലാം വരുന്നുണ്ട്, ഒത്തിരി ആളെ കൊടുക്കുന്നുണ്ട്, വരുന്നില്ല വെച്ചു. ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ തോന്നിയില്ല. ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാൻ കുത്തിയിരുന്ന് വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ട്, പ്രിയപ്പെട്ട സംഭവിച്ചത് എന്താണെന്നറിയാമോ, അന്ന് ഇവരെല്ലാം വന്നവിടെ നിന്നെങ്കിലും വന്നവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയില്ല, ലാൻഡ് ചെയ്തില്ല. എന്താ ചില കാരണങ്ങളാൽ ഒരു സ്റ്റേയുടെയോ മറ്റു കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ വന്നിട്ട് ഇത് ഹെലികോപ്റ്റർ ഇറങ്ങാതെ തിരിച്ചുപോയി. ഞാൻ അന്ന് വൈകുന്നേരം അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇവരെ വീണ്ടും ഒന്നുകൂടെ വിളിക്കാമെന്ന് ആലോചിച്ചു. അതായത് നമ്മുടെ പഴയ കമ്പനി ഒന്നുകൂടെ വിളിക്കാമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. അത് ഞാൻ അന്ന് വരെ ചാർജ് ആകുന്നതിൽ ഒരു ചാർജറുണ്ട്. ആ ചാർജറിൽ ഞാൻ കുത്തി. ഇപ്പോൾ പഴയ എൻ്റെ ഫോൺ നോക്കാമെന്ന് പറഞ്ഞ് തൂക്കി കഴിഞ്ഞപ്പോൾ അത് കുത്തിയപ്പോൾ പെട്ടെന്ന് ചാർജായി, ഒരു നീല ലൈറ്റ് തെളിഞ്ഞു. ഞാനിവിടെ അതിൽ നമ്പർ എടുത്തിട്ട് ഇവരെ വിളിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം, നിങ്ങളവിടെ വന്നതല്ലേ, ചെയ്തുതരാമെന്ന് പറഞ്ഞതല്ലേ, പക്ഷേ നിങ്ങളൊന്നും സമ്മതിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഡയറക്ടർ നമ്പർ പറഞ്ഞാൽ ആ പുള്ളിൻ്റെ ഡയറക്ടർ നമ്പർ ഇരിക്കുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ കുമളിക്ക് വരാം, നിങ്ങളുടെ റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ 1-2 റൂമിന് വേണ്ടി ബുക്ക് ചെയ്തു. പക്ഷെ ബുക്ക് ചെയ്ത് അന്ന് ഞങ്ങൾ ഇവിടുന്ന് കുമളിക്ക് വന്നു. ആരെവിടെ താമസിക്കും. ഇന്ന് കുമളിക്ക് പോകുമ്പോൾ അവരിടയ്ക്ക് വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരത്തില്ല, ഞങ്ങൾ നാളെ വരത്തുള്ളൂ. കാരണം രവിപിള്ള എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ അവരുടെ ഹെലിപ്പാഡ് നോക്കാൻ വേണ്ടി അവർ പോവുകയാണ്. ഒരു ഹെലിപ്പാഡിന്റെ കൺസൾട്ടേഷൻ വേണ്ടി അവർ കിട്ടുന്ന ഫീസ് മാത്രം 10 ലക്ഷം രൂപയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുന്നത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വരാൻ കഴിയുള്ളൂ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ പിറ്റേ ദിവസം ഇവർ വന്ന് നോക്കിയിട്ട്, പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞത് ഒരു ചെറിയ അനുയോജ്യമായ സ്ഥലമാണ്, ഇത് ചെയ്തുതരാവുന്നത്. എന്നിട്ട് ഒരു പൈസ പോലും കയ്യിലിരുന്ന സമയത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടവരുമായിട്ട്, പഞ്ചായത്തുകാരുമായിട്ട്, മറ്റുള്ളവരുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഹെലിപ്പാഡ് അവിടെ യാഥാർത്ഥ്യമായി. ഇപ്പോൾ 3 വർഷമായി. നമ്മുടെ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 8 നോമ്പ് പെരുന്നാൾ തുടങ്ങുന്ന സെപ്റ്റംബർ 1-ാം തീയതി നമ്മുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അതാണ് ഈ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് റോഡായി, അങ്ങോട്ട് വൈദ്യുതിയായി, അങ്ങോട്ട് വെള്ളത്തിന് സൗകര്യമായി, എല്ലാ സൗകര്യവും. ഇത് ദൈവം തമ്പുരാനല്ലാതെ വേറെ ആരും കൊണ്ട് ചെയ്തു തരാൻ കഴിയും. ഒന്നുമില്ലായിരുന്നു തന്നെ ആ അവസ്ഥയിൽ എത്തിച്ചത്. കാരണം പാതാളത്തോളം താഴ്ത്തി തന്നെ ആകാശം ഉയർത്തുന്നത്, ഹെലികോപ്റ്റർ കയറ്റിയാണ് ആകാശത്തോളം ഉയർത്തിയത് തമ്പുരാനാണ്. അതേ തമ്പുരാൻ ഭാഗത്ത് എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയും. ഒരു ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇന്നലെ ഞാൻ കണ്ട അനുഭവം, സ്വന്തമായ അനുഭവം ഞാൻ പറയാം. ബ്രദർ ഇവിടെ സൂചിപ്പിച്ചല്ലോ,
ജ്യോതി ബ്രദറിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കണം, അതിൽ ആ വചന കൂടാരത്തിൽ നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ പ്രിയപ്പെട്ടവരെ, ഞാനും ബേബച്ചനും കൂടി ഒരു 11 മണിയായപ്പോൾ ബ്രദർ ഞങ്ങളെ വിളിക്കുന്നു. ഇവിടെ പറയുന്നത് വരണം, ഒരു പ്രാർത്ഥനയ്ക്കാൻ ബ്രദർ പറഞ്ഞില്ല. ഞങ്ങളിവിടെ ചെന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബിജി സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് ശകല ഓട്ടിസം ബാധിച്ച ആ ഒരു കുഞ്ഞും കൂടി ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അവർ പറഞ്ഞെന്ന് പറയുമ്പോൾ 2 വർഷമായി ബ്രദറിന്റെ അടുത്ത് വരാൻ വേണ്ടി അവർ ആഗ്രഹിച്ചതാണ്. 2 വർഷമായി അവര് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ഉന്നത നിലയിലുള്ള ആ മനുഷ്യൻ ബ്രദറിനെ അന്വേഷിച്ച് ബ്രദറിന് പ്രാർത്ഥിക്കാമെന്ന് ബ്രദറിന്റെ നമ്പർ കിട്ടിയില്ല. ബ്രദർ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് അവസാനം കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകയുടെ വികാരി അച്ഛനെ, കരുത്തരി അച്ഛനെ വിളിച്ച് അദ്ദേഹത്തോട് നമ്പർ ചോദിച്ച് ബ്രദറിന്റെ അടുത്ത് വന്നു. ഞങ്ങൾ കൂടി ആ ഭാഗ്യപ്പെട്ട അനുഭവത്തിൽ ഞങ്ങൾ പങ്കുചേരാൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ 3 പേരും കൂടി അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അല്ലെങ്കിൽ വചനത്തിന്റെ അഭിഷേകം എന്താണെന്ന്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ കണ്ടി ബോധ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ തെളിയുന്നത് പോലെ പഴയ കാലം മുതലുള്ള ഓരോ കാര്യങ്ങൾ അവരുടെ പറഞ്ഞു കൊടുത്തപ്പോൾ, അവരുടെ വീടിനെ പറ്റി, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി, അവരുടെ ജോലിയെ പറ്റി, ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഓരോന്ന് പറഞ്ഞപ്പോൾ അവർ 2 പേരുമല്ല, അവർ 3 പേര് ആ കുഞ്ഞുൾപ്പെടുന്നത് പൊട്ടിക്കരഞ്ഞു. അതാണ് ദൈവാനുഭവം, അതാണ് ദൈവത്തിന്റെ അനുഭവം. ആ അനുഭവം നേരിൽ കണ്ട് നേരിൽ അനുഭവിച്ച ആളാണ് ഞാൻ ഇന്ന് കോഴിക്കോട് ആഗ്രഹിച്ചത്. പക്ഷേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നും ഇന്ന് ഈ പറഞ്ഞ കടബാധ്യതകൾ കൊണ്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് വേറൊരു സ്ഥലത്തല്ല. നമ്മളൊക്കെ ബ്രദർ പറഞ്ഞതിനേക്കാൾ കൂടുതലായി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ അനുഭവമുള്ള, വലിയ ദൈവകൃപയുള്ള ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. മോശയാണെങ്കിൽ പോലും ഇസ്രായേൽ ജനത്തിന് 40 വർഷം അനുഭവികൾ നടത്തപ്പോൾ ദൈവം നേരിട്ടൊരു അനുഗ്രഹവും ഇസ്രായേൽ ജനത്തിന് കൊടുത്തില്ല. അനുഗ്രഹങ്ങൾ നൽകിയത് മോശ വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ടാണ്. നമുക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നത് ഈ പറഞ്ഞ ജ്യോതി ബ്രദറിനായിട്ട് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നതാണ്. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കാത്ത സത്യം മനസ്സിലാക്കി ഇന്നലെ വൈകുന്നേരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റു കാര്യങ്ങളിൽ ഒന്നും പോകുന്നില്ല. ഇത് ബ്രദറിന്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടതുകൊണ്ട് എന്റെ ഭാഗം നിർത്തുകയാണ്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഭാഗത്ത് നിർത്തുന്നു. നന്ദി.